ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആൻസർ ഷീറ്റ് കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥ ഉണ്ടായിപ്പോയി. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അലൈൻമെൻറ്റ് വരെ കീപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ ആൻസർ ഷീറ്റിൽ പകർത്തി വെച്ചിട്ട് താഴെ എൻ്റെ ടീച്ചറെ എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷിക്കണേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു അനുഭവം. ഇത് ഒരുപാട് ടീച്ചർമാർക്ക് ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. അതുപോലെ ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോൾ പുറകെ നടന്ന് കുറേ ഇമോഷണലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒരു മാർക്ക് 2 മാർക്ക് എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ വരാറുണ്ട്. ആൻഡ് ഇമോഷണൽ മാർക്കറ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് സമയത്ത് വർക്ക് ചെയ്യും. ഇവോൾവേഴ്സിൽ ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന ചില സമയത്ത് ചിലർക്കത് വേണോ വേണ്ടയോ, ബിക്കോസ് ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്താൽ അവർക്ക് ഇത് എങ്ങനെ വർക്കാവും, വേണോ വേണ്ടയോ എന്നൊക്കെ ഒരു ഡൗട്ട് നിൽക്കുന്ന ചുരുക്കം ചിലരുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു പ്രോഗ്രാമിന് മുമ്പ് ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ, ഒരു മോക്ക് ഇൻ്റർവ്യൂ ആയിട്ടോ മറ്റോ ഒക്കെ നൽകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മോക്ക് ഇൻ്റർവ്യൂ ടൈമിൽ ഒരു കാൻഡിഡേറ്റ് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചോദിച്ച സമയത്ത് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കോഴ്സ് കഴിഞ്ഞു, അതിങ്ങനെയായി, അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു അനുഭവം ഉണ്ടായി, അവിടെ നിന്ന് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഇങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് വിശ്വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലൊക്കെ വരെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. ആൻഡ് ഫീഡ്ബാക്ക് സമയത്ത് നമ്മൾ ആ കാര്യം മെൻഷൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ആ ഒരു കാൻഡിഡേറ്റ് പറഞ്ഞൊരു കാര്യമാണ്, ഇമോഷണൽ മാർക്കറ്റിംഗ് വർക്കാവില്ല അല്ലേ എന്നുള്ളത്. വർക്കാവും? ഒരിക്കലുമില്ല. ഇമോഷണൽ മാർക്കറ്റിംഗ് അല്ല, പ്രോപ്പറായിട്ട് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വർക്കാവുള്ളൂ. നമ്മളിപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ദാരിദ്ര്യമാണ്, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം കനിഞ്ഞ് നിങ്ങളെ വെറുതെ മാർക്ക് തന്ന് ജയിപ്പിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരിക്കില്ല. ബിക്കോസ് പരീക്ഷയ്ക്കൊരു പർപ്പസ് ഉണ്ട്, നിങ്ങൾ ആ കാര്യം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും അതിനും ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങളെ ഹയർ ചെയ്യാനായിട്ട് നിങ്ങളതിന് പെർഫെക്റ്റ് ഫിറ്റാണ്, ആ സ്ഥാപനത്തിന് അനുയോജ്യനായൊരു വ്യക്തിയാകുമോ, ആ റോളിൽ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തരാണോ എന്നുള്ളതാണല്ലോ ഒരു റിക്രൂട്ട്മെൻറ്റ് സമയത്തും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ചെക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി കോടികൾ ആസ്തികളുള്ള കമ്പനികൾ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പം ഇങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങളെ ചിലപ്പോൾ ഹയർ ചെയ്തേക്കാം. പക്ഷേ അതൊന്നും എപ്പോഴും നടക്കുന്ന കാര്യമല്ല. സോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പരാജയങ്ങളും അങ്ങനെയുള്ള നിങ്ങളുടെ അവസ്ഥകളും അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങൾ ആ റോളിന് എങ്ങനെ മാച്ചിങ് ആവുന്നു എന്നുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ വരുന്ന ആ ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ടും ആ കഷ്ടതകളൊക്കെ അനുഭവിച്ച് വന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്കത് പറയണോ വേണ്ടയോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നില്ല. പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇൻ ദ റൈറ്റ് ടൈം സംസാരിക്കുക. അതും സംസാരിക്കേണ്ടത് എൻ്റെ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അതായത് ഒരു പോസിറ്റീവ് സെൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ച കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഹെൽപ്ഫുള്ളാണ് പലപ്പോഴും. സോ ഇനി മുതൽ ഇമോഷണൽ മാർക്കറ്റിംഗ് വേണ്ട, നിങ്ങളുടെ പ്രൊഫഷണൽ മാർക്കറ്റിംഗ് മാത്രം മതി.